നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ശക്തമായ കാറ്റിലും മഴയിലും ഏട്രിക്കടവ് റോഡിൽ കൂറ്റൻ കശുമാവ് റോഡിലെ ഇലക്ട്രിക് ലൈനിൽ കടപുഴകി. രാവിലെ 8:30 സംഭവം. ധാരാളം വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നു പോകുന്ന റോഡാണിത്. വലിയ ദുരന്തമാണ് ഒഴിവായത്. തിരൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. താനാളൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ 20-ാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ തുറസായി സൂക്ഷിക്കുന്നത് പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേപുരം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. തിരൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗത യോഗ്യമല്ലാത്ത വിധം കുഴികൾ നിറഞ്ഞ് അപകടങ്ങൾ പതിവായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. തിരൂരിൽ നിന്നുള്ള പ്രധാന റോഡുകളായ തിരൂർ ചമ്രവട്ടം റോഡ്, തിരൂർ മലപ്പുറം റോഡ്, തിരൂർ റേഡു റോഡ് തുടങ്ങിയവയാണ് നിറയെ വലിയതും ചെറിയതുമായ കുഴികൾ രൂപപ്പെട്ട് തകർന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തിരുനമായ പഞ്ചായത്തിൽ വൻ നാശനഷ്ടം. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നടു റോഡിലെ കുഴിയിൽപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ചു വീണ് കുട്ടി മരിച്ച സംഭവം ദാരുണമാണെന്നും ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ സന്നദ്ധമാവണമെന്നും MLA കുറുക്കോളി മൊയ്തീൻ ആവശ്യപ്പെട്ടു. തിരൂർ തുഞ്ചംപറമ്പിലെ രാമായണോത്സവം നാളെ മുതൽ ജൂലൈ 30 വരെ 4 ദിവസങ്ങളിലായി വിവിധ പരിപാടികളുടെ തിരൂർ തുഞ്ചംപറമ്പിൽ നടക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് 8 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ക്വിസ് മത്സരം നടക്കും. മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ L. സുഷമ ഉദ്ഘാടനം ചെയ്യും. അനിൽ കോവിലകമാണ് ക്വിസ് മാസ്റ്റർ. തിരൂർ ഫാത്തിമ നഴ്സറി സ്കൂളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഡേ ആഘോഷിച്ചു. കുട്ടികൾ പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് വിവിധതരം കൗതുക വസ്തുക്കൾ സ്കൂൾ അങ്കണത്തിൽ ഒരുക്കി. കുളത്തിൽ മുങ്ങിത്താഴുന്ന 3 പെൺകുട്ടികളെ തൻ്റെ മനോധൈര്യത്തിൻ്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളിലെ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ VR വിനോദ് അനുമോദിച്ചു. ഷാമിലിൻ്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ മുങ്ങിത്താഴുന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റ് കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു. മഴക്കാലമായതോടെ കുളങ്ങളും പുഴകളും നിറഞ്ഞ സാഹചര്യത്തിൽ കുട്ടികളും മുതിർന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സമൂഹത്തിൽ ധാർമ്മിക ചിന്തയും സദാചാരബോധവും വളർത്തുന്നതിൽ മദ്രസകൾ വഹിക്കുന്ന പങ്ക് മഹത്തരമാണെന്ന് KNM താനാളൂർ കോംപ്ലക്സ് മദ്രസ അധ്യാപക ശില്പശാല അഭിപ്രായപ്പെട്ടു. മദ്രസ പഠനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന സ്കൂൾ സമയമാറ്റത്തിനെതിരെ പൊതുവികാരം ഉയരണമെന്ന് ശില്പശാല അഭിപ്രായപ്പെട്ടു. KSEBയുടെ അനാസ്ഥ മൂലമാണ് പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശി ചാലിൽ സുധീഷ് ഷോക്കേറ്റ് മരണപ്പെട്ടതെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് BJP പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തൂർ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളിയായി. വെട്ടം AHM LP സ്കൂളിൽ ജനാധിപത്യ രീതിയിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. കുട്ടികളിൽ ജനാധിപത്യ ബോധവും ആരോഗ്യകരമായ മത്സര അന്തരീക്ഷവും സൃഷ്ടിക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ഇതോടെ ഈ വാർത്ത വളരെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.